ഗ്ലോബൽ വോയിസസ് ആൻഡ് കൾച്ചേഴ്സിൽ സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് എഴുതിയിരിക്കുന്നത് ഷെല്ലിയാണ്. സോ ഇത് എഴുതിയിരിക്കുന്നത് പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോമൺ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ടിനെ കുറിച്ചാണ് ഷെല്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലി കോമൺ പീപ്പിളിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, എസ്പെഷ്യലി വർക്കേഴ്സിനെയും പെസൻസിനെയും ലേബർ ക്ലാസ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. എന്തുകൊണ്ടാണ് അവർ ലേബർ കണ്ടിന്യൂ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവർ റിച്ച് പീപ്പിളിന്റെ ഫീൽഡ് എല്ലാം പ്ലൗ ചെയ്യുന്നത്, ക്ലോത്ത്സ് എല്ലാം വീവ് ചെയ്യുന്നത്. അതായത് കാരണം അവരുടെ എഫേർട്സ് എന്ന് പറയുന്നത് ഓൺലി അപ്പർ ക്ലാസ് പീപ്പിളിനെ അല്ലെങ്കിൽ റിച്ച് പീപ്പിളിനെ മാത്രമേ അവരുടെ ഈ ഒരു ജോലി ചെയ്യുന്നത് ബെനിഫിറ്റ് ആവത്തുള്ളൂ, അല്ലാതെ ഇവർക്ക് അതിനുള്ള ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. സോ ഇവർ ഫേസ് ചെയ്യുന്നത് ഇൻജസ്റ്റിസ് ആണ്, ഈ ലോവർ ക്ലാസ് പീപ്പിൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അല്ലെങ്കിൽ ഈ പെസൻസ് അല്ലെങ്കിൽ ലേബറേഴ്സ് എന്തിനാണ് ചുമ്മാ ഇങ്ങനെ ഈ ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി ഇത്രയും കിടന്ന് പണിയെടുക്കുന്നത്? കാരണം അവർക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുന്നില്ല. അതാണ് സ്റ്റാൻസ 1 പറയുന്നത്. ഇപ്പൊ മെൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെക്കുറിച്ചാണ്? വർക്കിംഗ് ക്ലാസ് ആൻഡ് പെസന്റ് പീപ്പിളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്റ്റാൻസ 2 വീണ്ടും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുവാണ്. എന്തിനാണ് ശരിക്കും പറഞ്ഞ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ എലീറ്റ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തിനാണ്? ഫ്രം ദി ക്രാഡിൽ ടു ദ ഗ്രേവ്, അതായത് റിച്ച് പീപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? അവരെ നിങ്ങൾ എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള തുണികൾ എന്തിനാണ് നിങ്ങൾ തുന്നിക്കൊടുക്കുന്നത്? അവരെ ജനിച്ചപ്പോൾ തൊട്ട് അവർ മരിക്കുന്നവരെ നിങ്ങളാണ് അവരുടെ അടിമകളെ പോലെ കിടന്ന് ഇങ്ങനെ പണി കൊടുത്ത്, അതായത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ അൺഗ്രേറ്റ്ഫുൾ ഡ്രോൺസ് എന്നാണ് പോയിട്ട് വിളിക്കുന്നത്. അതായത് ഡ്രോൺസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബീകള്, തേനീച്ചകൾ ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കും ക്യൂൻ ബീക്ക് വേണ്ടി. അപ്പൊ അതുപോലെ നിങ്ങൾ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള പാരസൈറ്റുകൾക്ക് അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ഡ്രോണുകൾക്ക് നിങ്ങൾ എന്തിനാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫേർട്ട് എടുത്ത് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സ്വെറ്റും കളഞ്ഞ് നിങ്ങളുടെ ബ്ലഡും കുടിച്ചാണ് അവർ ജീവിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ഇവർക്കൊക്കെ വേണ്ടി ഇത്രയും ഒട്ടും പിന്നെ എന്താ പറയുക ഗ്രേറ്റ്ഫുൾ അല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും എന്താ പറയുക ഒരു നന്ദിയും കാണിക്കാത്ത അൺഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനാണ് പണിയെടുക്കുന്നതെന്ന് വീണ്ടും ചോദിക്കുവാണ്. അപ്പൊ ഇവിടെ ബ്ലഡ് കുടിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സ്വെറ്റ് പിന്നെ എന്താണ് നിങ്ങൾ പിന്നെ വിയർത്ത് അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു. ബ്ലഡ് കുടിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ഈ റിച്ച് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്നത്. ഫ്രം എന്താണ് ക്രേഡിൽ ടു ഗ്രേവ്, അതായത് തൊട്ടിൽ കിടക്കുന്ന തൊട്ട് മരിക്കുന്നത് വരെ ഇവരിങ്ങനെയാണ് ജീവിക്കുന്നത്. സ്റ്റാൻസ 3 ഷെല്ലി ഒരു മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കമ്പാരിസൺ പോലെ ഒരു ഇമേജ് യൂസ് ചെയ്യുന്നുണ്ട്. ബീസ് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് ഇവരെ വിളിക്കുന്നത്. ബീസ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് വെച്ചാൽ ആരെയാണ്? ഈ വർക്കേഴ്സിനെ തന്നെയാണ് വീണ്ടും വിളിക്കുന്നത്. അപ്പൊ പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെപ്പൺസും ടൂൾസും പോലും എന്ത് ചെയ്യുന്നുണ്ട്? ഇവര് ഉണ്ടാക്കിയ മറ്റവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ വെപ്പൺസും ടൂൾസും വെച്ചിട്ടാണ് മറ്റേവർ ഇവരെ എന്ത് ചെയ്യുന്നത്? ഓപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ അതായത് ഇവര് തന്നെയാണ് ഈ റിച്ച് പീപ്പിളിനെ ഇങ്ങനെ വളർത്തി വഷളാക്കി എടുക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ പോയറ്റ് പറയുന്നത്. സ്റ്റാൻസ 4 പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ഈ വർക്കിംഗ് ക്ലാസ്സിനെ. ഈ വർക്കിംഗ് ക്ലാസ് എടുക്കുന്ന ലേബറിന്റെ പിന്നെ ഫ്രൂട്ട്, അതായത് റിവാർഡ് മൊത്തം ആരാണ് എൻജോയ് ചെയ്യുന്നത്? പീസ് ആണെങ്കിലും ലവ് ആണെങ്കിലും ഷെൽട്ടർ ആണെങ്കിലും നറിഷ്മെന്റ് ആണെങ്കിലും ഫുഡ് ആണെന്നുണ്ടെങ്കിലും ആരാണ് ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത്? ഇവരെടുക്കുന്ന പണിയുടെ റിവാർഡ് അല്ലെങ്കിൽ കൂലി ആർക്കാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആരാണ് എൻജോയ് ചെയ്യുന്നത്? വീണ്ടും അപ്പർ ക്ലാസ് പീപ്പിൾ തന്നെയാണ് എൻജോയ് ചെയ്യുന്നത്. അതായത് ആ ഐറണിയാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അതായത് ഇവർ ഒരുപാട് വർക്ക് ചെയ്യും, പക്ഷെ ഇവർക്ക് കുറച്ചേ തിരിച്ചു കിട്ടത്തുള്ളൂ. ബാക്കി പീസും ലവും ഷെൽട്ടറും നറിഷ്മെന്റും ആർക്കാണ് കിട്ടുന്നത്? ഈ റിച്ച് ക്ലാസ്സിന് അല്ലെങ്കിൽ റിച്ച് പീപ്പിളിനാണ് കിട്ടുന്നത്. സ്റ്റാൻസ 5 വീണ്ടും എന്താണ് സമ്മറൈസ് ചെയ്യുവാണ് നമ്മുടെ പോയറ്റ് ഇൻജസ്റ്റിസിനെ കുറിച്ച്, ഇവർ ഫേസ് ചെയ്യുന്ന അനീതികളെ കുറിച്ച്. വർക്കേഴ്സ് എല്ലാം ചെയ്യും, അതായത് പ്ലാന്റ് ചെയ്യും, വെൽത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും, ക്ലോത്ത്സ് വീവ് ചെയ്യും, ആംസ് ഉണ്ടാക്കും, അതായത് വെപ്പൺസ് ഉണ്ടാക്കും. എന്നാലും ബാക്കിയുള്ള ഒരു റൂളിംഗ് ക്ലാസ് എന്താണ്? അതേഴ്സ് റൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് പീപ്പിൾ എന്താണെന്നാ പറയുന്നത്? അവർ ഇവരെ ഒപ്രസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സ്റ്റാൻസ 6 എന്ന് പറയുന്നത് എന്താണ്? ഷെല്ലി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആക്ഷൻ എടുക്കൂ നിങ്ങളെന്ന് പറയുവാണ്. അതായത് അവരെ എൻകറേജ് ചെയ്യുവാണ് ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ. ഇത്രയും സ്റ്റാൻസയ്ക്കകത്ത് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഈ 6 സ്റ്റാൻസ തൊട്ട് നമ്മുടെ പോയറ്റ് ആയിട്ടുള്ള ഷെല്ലി ഈ വർക്കിംഗ് ക്ലാസ് പീപ്പിളിന്റെ അടുത്ത് അല്ലെങ്കിൽ പെസൻസ് അല്ലെങ്കിൽ ലേബറേഴ്സിന്റെ അടുത്ത് എന്തോ പറയുന്നത്? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഒത്തൊരുമയോട് കൂടി നിന്ന് ഇവർക്കെതിരെ ഒന്ന് ഫൈറ്റ് ചെയ്യൂ എന്ന് പറയുവാണ്. അതായത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവർ തന്നെയായിരിക്കും ഈ ബെനിഫിറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ലേബറിന്റെ ഫ്രൂട്ട്സ്, അതായത് റിവാർഡ് കിട്ടത്തും ഇല്ല, ഒരു ബെനിഫിറ്റും ഇല്ല. നിങ്ങളുടെ ലേബർ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എല്ലാവരും കൂടെ കളക്റ്റീവായിട്ട് നിന്ന് യൂണിഫൈഡ് ആയിട്ട് നിന്ന് ആ യൂണിറ്റിയോട് കൂടി ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്യുക. അല്ലാതെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒപ്രസീവായിട്ട് മാറിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അല്ല ഐ മീൻ ഒപ്രസ്ഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ, മറ്റേവർ പവർഫുൾ ആയി മാറിക്കൊണ്ടിരിക്കുകയേ ചെയ്യത്തുള്ളൂ. സ്റ്റാൻസ 7 എന്ന് പറയുന്നത് വീണ്ടും വർക്കേഴ്സിനെ അഡ്വൈസ് ചെയ്യുവാണ്. 6 സ്റ്റാൻസ തൊട്ടാണ് ഉപദേശം തുടങ്ങുന്നത്. 7 സ്റ്റാൻസയിലും അഡ്വൈസ് ചെയ്യുവാണ്. എന്താണ്? ഡാർക്കിൽ ഹൈഡ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ പുവർ ലിവിംഗ് സ്പേസസിൽ നിങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താണ്? അവരുണ്ടാക്കി, അതായത് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഹോൾസിൽ HLLS ഹോൾസിൽ അവരെന്ത് ചെയ്യാണ്?
ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ആൻഡ് ഓൾസോ പിന്നെയും പറയുന്നത് എന്താണ്, ഈ വർക്കേഴ്സ് എന്ന് പറയുന്ന അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, അവർക്ക് വേണ്ടി ടൂൾസും വെപ്പൺസും എല്ലാം ഉണ്ടാക്കുന്നു. അതേ ടൂൾസും വെപ്പൺസും ജോലിയും കൊണ്ട് തന്നെയാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, മറ്റേ റിച്ച് പീപ്പിൾ വീണ്ടും വീണ്ടും വർക്കേഴ്സ് ആക്കി തന്നെ കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുത്തുന്നത്. നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ടൂൾസ് വെച്ചിട്ട് തന്നെയാണ് നിങ്ങളെ സ്ലേവ്സ് ആക്കി മാറ്റുന്നത് ആര്, നമ്മുടെ റിച്ച് പീപ്പിൾ എന്നാണ് പറയുന്നത്. സ്റ്റാൻസ 8 എന്താണ് കൺക്ലൂഡ് ചെയ്യുവാണ്. സ്റ്റാൻസ 8 സ്റ്റാൻസാസ് ഉള്ള പോമാണിത്. സ്റ്റാൻസ 8 അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലി പറയുവാണ്, നിങ്ങൾ റൈസ് ചെയ്തില്ലെങ്കിൽ, അതായത് റൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാ പറയുന്നത്, ഇങ്ങനെ പണിയെടുത്ത് നിങ്ങളുടെ മരണത്തിൽ അതങ്ങ് അവസാനിക്കും. അത്രയേ ഉള്ളൂ. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഗ്രേവ്സ് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ബറിയൽ ഗ്രൗണ്ട്സ് നിങ്ങൾ തന്നെയാണ് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് വൺസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, പക്ഷെ ഇപ്പൊ എന്താണെന്നാ പറഞ്ഞേക്കുന്നത്, നിങ്ങളുടെ തന്നെ ഡെഡ് ബോഡീസ് കൊണ്ട് നിറയും, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ അവരെ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത്, ഫൈറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഷെല്ലി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ പോലുള്ളവർ റൈസ് ചെയ്തില്ലെങ്കിൽ ഇവരെ പോലുള്ളവരുടെ, അതായത് ഈ ലേബർ ഇവരെ പോലുള്ളവരുടെ ഡെഡ് ബോഡീസ് ഇങ്ങനെ കുമിഞ്ഞുകൂടും. ഇംഗ്ലണ്ട് വൺസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു, പക്ഷേ ഇനി നിങ്ങളുടെ ഡെഡ് ബോഡീസ് മാത്രമായിട്ട് അതിനകത്ത് ആയിപ്പോവും. അപ്പൊ സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് ഒരു പൊളിറ്റിക്കൽ പോയമാണ്. 1890 ഇത് എഴുതിയിരിക്കുന്നത്, 1819 എന്നുള്ള വർഷത്തിൽ. അപ്പം ബ്രിട്ടനിൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് സോഷ്യൽ അൺറസ്റ്റ് നടക്കുന്ന സമയമാണ്. ഷെല്ലി അപ്പോൾ ഈ ക്ലാസ് ഇനിക്വാളിറ്റി, അപ്പർ ക്ലാസ് ലോവർ ക്ലാസ് പോലെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, ഈ ഡിസ്ക്രിമിനേഷനെ കുറിച്ചുമാണ് എന്താണ് ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് റവല്യൂഷന് വേണ്ടി ആളുകളെ എന്ത് ചെയ്യുവാണ്, ഒരു പ്രൊട്ടസ്റ്റിന് വേണ്ടി ആളുകളെ നമ്മുടെ പോയിട്ട് നയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വളരെ അർജന്റായിട്ട് ഒരു വാർണിംഗ് പോലെ കൊടുക്കുന്ന കണക്കാണ് ഈ പോയത്തിന്റെ ടോൺ വരുന്നത്. റവല്യൂഷണറി പോയമാണ്, റവല്യൂഷണറി പോയറ്റും കൂടിയാണ് ഷെല്ലി. അപ്പോൾ വർക്കിംഗ് ക്ലാസ്സിനെ റാലി ചെയ്തുകൊണ്ടിരിക്കുവാണ്, ഇങ്ങനെ പോകൂ, നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ്. പിന്നെ ഇതിനകത്ത് ബീസ്, ചെയിൻസ്, ടൂംബ് ഇതൊക്കെ സിമ്പിൾസ് ആണ്. ബീസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റീവ് ആണ്, പക്ഷെ എന്താണ്, അവർ സ്ലേവ്സിനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് റിച്ച് ആയിട്ടുള്ള ഈ ലോവർ ക്ലാസ് പീപ്പിളും. ചെയിൻസ് ആൻഡ് സ്കേർജസ് എന്ന് പറയുന്നുണ്ട്, അതായത് ഇവർ തന്നെ ചെയിനും ടൂൾസും വെപ്പൺസും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു, പക്ഷെ ഇതേ സെയിം ടൂളും ചെയിൻസും വെച്ചിട്ടാണ് ഇവരെ സ്ലേവ്സ് ആക്കി ഇടുന്നതും അപ്പർ ക്ലാസ് പീപ്പിൾ. പിന്നെ ടൂംബ്, അതായത് ടൂംബിനെ ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ സബ്മിസീവായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവസാനം എന്താണ്, നിങ്ങളുടെ മരണത്തിലേ ഇത് അവസാനിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴിമാടം അല്ലെങ്കിൽ ടൂംബ് കിട്ടുന്നത് പോലെ ആയിരിക്കും ഇത് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇതിനകത്ത് തീം എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് ഓപ്പറേഷൻ വരുന്നുണ്ട്, എക്കണോമിക് ഇൻജസ്റ്റിസ് വരുന്നുണ്ട്, റവല്യൂഷനെ കുറിച്ചും റെസിസ്റ്റൻസിനെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെന്താണ്, ക്ലാസ് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ അപ്പർ ക്ലാസ് പീപ്പിൾ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കുന്നു, മറ്റേവർ എന്ത് ചെയ്യാണ്, ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് അതിന്റെ കൂലി കിട്ടുന്നില്ല. എക്കണോമിക് ഇൻജസ്റ്റിസ് എന്ന് വെച്ചാൽ വീണ്ടും എന്താണ് കാണിക്കുന്നത്, ഇതൊരു ഈ അപ്പർ ക്ലാസ് എന്ന് വെച്ചാൽ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ക്യാപിറ്റലിസത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ലേബർ ക്ലാസ് എന്താണ്, വീണ്ടും അവർ പൂറായിക്കൊണ്ടിരിക്കുന്നു, മറ്റേവർ റിച്ചായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എക്കണോമിക്കലി എന്താണ്, ഇനിക്വാളിറ്റിയാണ് ഹാപ്പൻ ചെയ്യുന്നത്. ഇനി റവല്യൂഷൻ, ഷെല്ലി ശരിക്കും പറഞ്ഞ ഈ വർക്കേഴ്സിന്റെ അടുത്ത് കൺട്രോൾ, ടേക്ക് ബാക്ക് കൺട്രോൾ ആൻഡ് ദെൻ ഫൈറ്റ് അഗെയിൻസ്റ്റ്, അല്ലെങ്കിൽ ഫൈറ്റ് ഫോർ യുവർ ലൈഫ് എന്നാണ്, അല്ലെങ്കിൽ ഫൈറ്റ് ഫോർ യുവർ ബെനിഫിറ്റ്സ് എന്നാണ് നമ്മുടെ പോയിന്റ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഈ ഒരു പോം എന്ന്, നമ്മുടെ ഫസ്റ്റ് പോം, അതായത് ദ സോങ് ടു ദ മെൻ ഓഫ് ഇംഗ്ലണ്ട് ബൈ PB ഷെല്ലി. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വരുന്നത് പിന്നെ തീം എന്താണെന്ന് ചോദിക്കാം. തീം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റർലൂ മാസക്കറിനെ കുറിച്ചാണ് ഷെല്ലി ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എടുക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കിംഗ് ക്ലാസ് പീപ്പിൾ, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ അവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുവാണ്. ആ സമയത്ത് ബ്രിട്ടനിൽ 1819 എന്നുള്ള കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ സോഷ്യൽ അൺട്രസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് വർക്കിംഗ് ക്ലാസ് പീപ്പിളും വർക്കിംഗ് ക്ലാസ് മെന്നും വിമനും ചിൽഡ്രനും കൂടി അവർക്ക് വോട്ടിംഗ് റൈറ്റ് വേണമെന്നൊക്കെ പറഞ്ഞ് പിന്നെന്താണ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷ് ആർമി എന്ത് ചെയ്യാണ്, ഇവരെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോയത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ലാൻഡ് ലോഡുകളുടെ എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ളൊരു റിവോൾട്ടാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. പിന്നെ ഈ വർക്കേഴ്സിനെ എന്തുകൊണ്ടാണ് ബി പോലെ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്, അതായത് ഇവർ സ്ലേവ്സിനെ പോലെ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അതായത് തേനീച്ചകളും അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടി, ക്യൂൻ-ബിക്ക് വേണ്ടി. പിന്നെ അൺഗ്രേറ്റ്ഫുൾ ഡ്രോൺസ് എന്ന് ആരെയാണ് വിളിക്കുന്നത്, ഈ നമ്മുടെ ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ അപ്പർ ക്ലാസ് പീപ്പിളിനെയാണ് അൺഗ്രേറ്റ്ഫുൾ, അതായത് ഒട്ടും നന്ദിയില്ലാത്ത ഡ്രോൺസ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന ബീകളെയാണ്, ബീസ് എന്നാണ് പറയുന്നത് കേട്ടോ. അവരുടെ വർക്കിനെ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവരുടെ ബ്ലഡും സ്വെറ്റും എല്ലാം ആരാണ് അതിന്റെ റിവാർഡ് എൻജോയ് ചെയ്യുന്നത്, അപ്പർ ക്ലാസ് പീപ്പിൾ. പിന്നെ ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. അടുത്ത പോയം എന്ന് പറയുന്നത് ദ ഗിഫ്റ്റ് ഔട്ട് റൈറ്റ് ആണ്. ദ ഗിഫ്റ്റ് ഔട്ട് റൈറ്റ് എന്ന് പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ് എഴുതിയിരിക്കുന്നത്. നോക്കിക്കോളൂ. റോബർട്ട് ഫ്രോസ്റ്റ് ഈ പോം എഴുതിയിരിക്കുന്നത് 1961 അദ്ദേഹം 1936 ഇത് എഴുതിയിരിക്കുന്നത്. 1961 ഈ പോയറ്റ് തന്നെ
ജോൺ എഫ് കെന്നഡിയുടെ ഇനാഗുറേഷന്റെ സമയത്ത് 1961 ഈ പോയം ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ പബ്ലിക്കലി റിസൈറ്റ് ചെയ്തു. ഈ പോയം റിഫ്ലക്ട് ചെയ്യുന്നത് അമേരിക്കയുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഐഡന്റിറ്റി അല്ലെങ്കിൽ ലാൻഡ് ഓണർഷിപ്പ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെറ്റിലേഴ്സും നേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ ഒരു പോയത്തിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ പിന്നെന്താണ്, ഒരു സ്റ്റാൻസയ്ക്കകത്ത് 16 ലൈൻ ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതി പോയേക്കുന്നത്. ബ്ലാങ്ക് വേഴ്സ് ആണ് അതിന്റെ മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ലൈൻസ് 1 to 4 പറഞ്ഞു പോയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ അമേരിക്കൻ ലാൻഡിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഈ ലാൻഡ്, അതായത് ഈ അമേരിക്ക എന്ന് പറയുന്ന ലാൻഡ്, വൺസ് ഇറ്റ് ബിലോങ് ടു ദ സെറ്റിലേഴ്സ് ബിഫോർ ദേ ട്രൂലി ബിലോങ് ടു ഇറ്റ്. ഫോർ ഓവർ എ സെഞ്ചുറി എന്താണ്, ഈ സെറ്റിലേഴ്സ് ആണ് ഈ ലാൻഡ് ക്ലെയിം ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി വിർജീനിയ, മാസച്യൂസെറ്റ്സ് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ കോളനിയായി മാറിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഈ ലാൻഡ് ആരുടെ കയ്യിലായിരുന്നു? സെറ്റിലേഴ്സിന്റെ കയ്യിലായിരുന്നു. ഓക്കെ, but it hadn't developed a true national identity or a spiritual connection with it. അതായത് ഇപ്പൊ ഈ അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് കോളനിയാക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ആദ്യമേ. അപ്പൊ ആ കോളനിയാക്കപ്പെടുമ്പോൾ അവിടെ ഈ കോളനിയാക്കുന്ന രാജ്യത്തിന്റെ സെറ്റിലേഴ്സ് ആയിരിക്കുമല്ലോ അവരുടെ ആളുകളായിരിക്കുമല്ലോ ഇവിടെ വന്ന് താമസമൊക്കെ തുടങ്ങുന്നത്. സോ ആ സമയത്ത് അവർക്ക് ഈ താമസിക്കാൻ വന്ന സെറ്റിലേഴ്സിന് ഈ ലാൻഡുമായിട്ട് യാതൊരു വിധത്തിലുള്ള സ്പിരിച്വൽ അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് ഒരു ട്രൂ നാഷണൽ ഐഡന്റിറ്റി ഇല്ലായിരുന്നു. അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക് ഇത് എന്റെ രാജ്യമാണ് എന്ന് പറയത്തില്ലായിരുന്നു. അതായത് അവർ വേറൊരു രാജ്യത്തിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണല്ലോ. ആൻഡ് ലൈൻസ് 5 to 8 ആണ് അടുത്ത പറയുന്നത്. അറ്റ് ദാറ്റ് ടൈം അമേരിക്കൻസ് എന്താണ്, ആരുടെ കീഴിലായിരുന്നു? ബ്രിട്ടന്റെ റൂളിലായിരുന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷ് റൂളിലായിരുന്നു. സോ അതൊരു കോളനിയാക്കപ്പെട്ടൊരു രാജ്യമായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത്. ആൻഡ് ദേ ഫിസിക്കലി ഓൺ ദ ലാൻഡ്, അതായത് ലാൻഡ് ഫിസിക്കലി ഓൺ ചെയ്തത് ഈ കോളനി ആക്കപ്പെട്ട കോളനൈസേഴ്സ് ആയിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഫിസിക്കലി ഈ ലാൻഡ്. പക്ഷെ ഇമോഷണലി ആൻഡ് പൊളിറ്റിക്കലി അത് ഇംഗ്ലണ്ടിലോട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുവാണ്. അപ്പൊ ഈ ഒരു ഡിസ്കണക്ഷൻ, അതായത് ഫിസിക്കലി ഓൺ ചെയ്തിരുന്നത് ബ്രിട്ടീഷുകാരാണ് ആൻഡ് ഇമോഷണലി പൊളിറ്റിക്കലി ആരുടെ കയ്യിലായിരുന്നു? ഇംഗ്ലണ്ടുമായിട്ടായിരുന്നു ഇതിന് കൂറുണ്ടായിരുന്നത്. ഈ ഒരു ഡിസ്കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു രാജ്യത്തിനെ വീക്കാക്കാൻ തുടങ്ങി. കാരണം എന്താണ്? ഫുൾ കമ്മിറ്റ്മെന്റ്, ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഈ രാജ്യത്തിനോട് ഫുൾ കമ്മിറ്റ്മെന്റ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു ഐഡന്റിറ്റി, ഞാൻ ഇന്ന രാജ്യക്കാരനാണ് അല്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്താണ് താമസിക്കുന്നത് എന്ന് പറയാൻ, ഓപ്പണായിട്ട് പറയാൻ ഒരു ഇതില്ലായിരുന്നു. ലൈൻസ് 9 to 12 ആണ് അടുത്ത. ഈ ടേണിംഗ് പോയിന്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ അമേരിക്കൻസ് റിയലൈസ്ഡ് എന്താണ്, അമേരിക്കൻസ് റിയലൈസ് ചെയ്തിരുന്ന എന്താണ്, അതായത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ അവരുടെ ട്രൂ ഐഡന്റിറ്റി എപ്പോഴാണ് മനസ്സിലാക്കിയത്? ഈ ബ്രിട്ടീഷുകാർ ഈ ഒരു രാജ്യത്തിനെ കോളനിയാക്കി മാറ്റിയപ്പോഴാണ്, ഈ ഒരു സ്ഥലത്തിനെ കോളനിയാക്കി മാറ്റിയപ്പോഴാണ് ഈ അമേരിക്കൻസ്, അവിടെ ഉണ്ടായിരുന്ന തന്നെ അമേരിക്കൻ സെറ്റിലേഴ്സിന് ഇത് എന്റെ രാജ്യമാണെന്നും ഒക്കെ തോന്നിപ്പോയത്. ഓക്കെ, അപ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാൻഡിന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഈ ഒരു നാഷണൽ ഐഡന്റിറ്റി ഒന്നും ഈ അമേരിക്കൻ സെറ്റിലേഴ്സിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ട്രൂ സ്ട്രെങ്ത്തും ഫ്രീഡവും വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വേറെ കുറെ ആളുകൾ അല്ലെങ്കിൽ ഈ രാജ്യം മറ്റൊരു രാജ്യത്തിന് മുന്നിൽ സറണ്ടർ ആയപ്പോഴും വേറെ കുറെ ആളുകൾ ഇവിടെ വന്ന് താമസമായപ്പോഴുമാണ് ശരിക്കും പറഞ്ഞാൽ അവര് ഈ ഒരു രാജ്യത്തിന്റെ സ്ട്രെങ്ത്തും ഫ്രീഡത്തിന്റെ വിലയും മനസ്സിലാക്കിയത്. ലൈൻസ് 13 to 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയറ്റ് നോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗിഫ്റ്റ്, ഏത് ഗിഫ്റ്റാണ്? ഈ ഗിഫ്റ്റ് വാസ് നോട്ട് പീസ്ഫുൾ എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ അമേരിക്കൻസിന് ഫ്രീഡം കിട്ടിയത് കുറെ റവല്യൂഷനിലൂടെയും കാര്യങ്ങളിലൂടെ ആയിരുന്നു. പക്ഷെ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് പീസ്ഫുൾ, സമാധാനപരമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് അല്ലായിരുന്നു ഇവർക്ക് കിട്ടിയിരുന്നത്. അത് വാറിലൂടെയായിരുന്നു ഇവർക്ക് കിട്ടിയിരുന്നത്. ആൻഡ് ദ ലാൻഡ് എന്ന് പറയുന്നത് വളരെ റോ ആയിരുന്നു, അൺഡെവലപ്ഡ് ആയിരുന്നു. അതിനു വേണ്ടി മാത്രമായിട്ടുള്ള സ്റ്റോറീസ്, കൾച്ചർ, ആർട്ടൊന്നും ആ സമയത്ത് ഡെവലപ്ഡ് ആയിട്ടില്ലായിരുന്നു. പക്ഷെ എന്താണ്, ഈ നമ്മൾ ഇത് സറണ്ടർ ചെയ്ത സമയത്താണ് എന്ത് പറ്റിയെന്നാണ് പറഞ്ഞത്? ഈ അമേരിക്ക, അതായത് ഈ ഒരു കോളനി ആക്കപ്പെട്ട സമയത്താണ് ശരിക്കും പറഞ്ഞ ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തുള്ളവർ ഈ രാജ്യത്തിന്റെ വില മനസ്സിലാക്കാൻ തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന. പിന്നെ എന്താണ്, ഇതാണ് ഇതിന്റെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പേട്രിയോട്ടിക് ആയിട്ടുള്ള ഒരു പോയമാണ്. ഇതൊരു സിംഗിൾ ലോങ് സ്റ്റാൻസയാണ്, 16 വരി പോയം. അത് ഒറ്റ വലിയ സ്റ്റാൻസിലാണ് എഴുതി പോയേക്കുന്നത്, ബ്ലാങ്ക് വേഴ്സിലാണ് എഴുതി പോയേക്കുന്നത്. തീം എന്ന് പറയുമ്പോൾ നാഷണൽ ഐഡന്റിറ്റി, അതായത് പിന്നെ ഒരു രാജ്യത്തിനെ ഫിസിക്കലായിട്ട് മറ്റൊരു രാജ്യം പിടിച്ചടക്കി വെച്ചേക്കുവാണ്. ആ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള അതായത് അമേരിക്കൻസിന് പോലും തോന്നിപ്പോയത്, ഇത് അവർക്കൊരു ഐഡന്റിറ്റി ഇല്ലാതെയും ഒരു കൾച്ചർ ഇല്ലാതെയും ഒരു പേരിന്, അതായത് വളരെ വലിയ ഫേമസ് ഒന്നും അല്ലാതിരുന്നൊരു സ്ഥലമായിരുന്നു. പക്ഷെ ഒരു രാജ്യത്തിന്റെ കീഴിലായപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഇവർ അതിന്റെ വില മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പം നാഷണൽ ഐഡന്റിറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഈ ഗിഫ്റ്റ്, അതായത് ഫ്രീഡം എന്നുള്ള ഗിഫ്റ്റ്, ദ ഗിഫ്റ്റ് ഔട്ട് റൈറ്റ് എന്ന് വെച്ചാൽ ഇവിടെ ഫ്രീഡത്തിനെ കുറിച്ചാണ്. അമേരിക്കൻസിന് അവസാനം ഫ്രീഡം കിട്ടിയത് ഒരുപാട് റവല്യൂഷൻസ് വഴിയൊക്കെയാണ്. പക്ഷെ ആ ഫ്രീഡം ഒരിക്കലും പീസ്ഫുൾ അല്ലായിരുന്നു. കാരണം ഒരുപാട് വോറിലൂടെയൊക്കെ ആയിരുന്നു ഇവർക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്. ഓക്കെ, പിന്നെ
അടുത്ത് പറയുന്ന തീം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ലാൻഡ് ഓൺ ചെയ്യുന്നതും നമ്മളൊരു ലാൻഡിനോട് ബിലോങ് ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് ബ്രിട്ടീഷുകാരാണ് ഫിസിക്കലി ഈ ലാൻഡ് പിടിച്ചടക്കി വെച്ചേക്കുന്നത്, പക്ഷേ ഇമോഷണലി അത് ആരുടെ ലാൻഡാണ്? ഈ അമേരിക്കൻസിന്റെ ലാൻഡാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന് ചോദിക്കാം. ഗിഫ്റ്റ് ഔട്ട്റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, റോബർട്ട് ഫ്രോസ്റ്റ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊളോണിയൽസും, അതായത് ഈ നമ്മുടെ ബ്രിട്ടീഷുകാർ കുറെ പേര് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്, അവരുടെ കാര്യവും അതുപോലെ തന്നെ അവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സെറ്റിലേഴ്സിന്റെ അമേരിക്കൻ സിറ്റിസൺസിന്റെ കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ, ഈ ബ്രിട്ടീഷുകാർക്ക് ഈ ലാൻഡിനോട് എന്തുമായിരിക്കും തോന്നുന്നത്? ഒരു ഫിസിക്കൽ ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ, അവർക്ക് ഇമോഷണൽ കണക്ഷൻ ഇല്ല. പക്ഷേ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ സെറ്റിലേഴ്സിന് ഈ രാജ്യത്തിനോട് എന്താണ്, ഇത് രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ കീഴിലായപ്പോൾ എന്ത് തോന്നി എന്നാ പറഞ്ഞേക്കുന്നത്? ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നു. ഓക്കെ, പിന്നീടാണ് ഈ ലാൻഡ് അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് മാറിയത്. ഓക്കെ, പിന്നെ സാൽവേഷൻ ഇൻ സറണ്ടർ എന്ന് പറഞ്ഞൊരു ടേം ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് കൊളോണിയൽ അമേരിക്കൻസ് ഈ ലാൻഡ്, അല്ലെങ്കിൽ എന്താണ്, അവരുടെ ഈ ലാൻഡിനെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇമോഷണൽ വാല്യൂ ഇല്ലാതായിരുന്നു ഇട്ടിരുന്നത്. ആൻഡ് ഈ ലാൻഡ് അവർ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലോങ് ടു ദേ, അതല്ല, അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ കുറെ പേര് ഇവിടെ വന്ന് സെറ്റിൽ ആയല്ലോ, അപ്പോൾ അവരൊക്കെ വിചാരിച്ചേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ ഇംഗ്ലണ്ടിലാണ് ബിലോങ് ചെയ്യുന്നത്, അതാണല്ലോ അവരുടെ ബർത്ത് പ്ലേസ്. അപ്പോൾ ഈ ഒരു ലാൻഡുമായിട്ട് അവർക്ക് ഇമോഷണൽ കണക്ഷൻ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാൻഡ് വളരെ വീക്കായി മാറുമായിരുന്നു. കാരണം അവിടെ ഉള്ളവർക്ക് ഒരു വിലയില്ല, ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് ഒരു വിലയില്ല ഈ രാജ്യത്തിന്. സോ അതുകൊണ്ട് എന്താണ്, ഈ രാജ്യം ഭയങ്കര വീക്കായി മാറും. ഇതൊരു ഡിസ്കണക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അവിടുത്തെ ആളുകളും തമ്മിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്നാ പറഞ്ഞേക്കുന്നത്, അവർക്ക് വേറൊരു രാജ്യത്തിന്റെ കീഴിലായപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സറണ്ടർ ആയപ്പോഴാണ് അവർക്ക് എന്തോ കിട്ടിയെന്നാ പറഞ്ഞ ഒരു കൈൻഡ് ഓഫ് മോക്ഷം കിട്ടിയത്, അതായത് റിഡംഷൻ കിട്ടിയത്. അതായത് ആ സമയത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ രാജ്യത്തിനോട് സ്നേഹം തോന്നി തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഇത് അമേരിക്കൻ സെലിബ്രേഷൻ, അതൊരു സെലിബ്രേഷൻ ഓഫ് അമേരിക്ക, അതാണ് ഒരു പേട്രിയോട്ടിക് പോയമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു പൊളിറ്റിക്കൽ പോമാണ്. 1936 എഴുതി, പിന്നീട് 1961 ജോൺ എഫ് കെന്നഡിയുടെ ഇനാഗുറേഷന്റെ സമയത്താണ് പിന്നെന്താ റോബർട്ട് ഫ്രോസ്റ്റ് ഇതിനെ എന്ത് ചെയ്തത്, ഈ ഒരു പോം റിസൈറ്റ് ചെയ്തു ഓപ്പൺ ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് വോൾസോയിങ്കയുടെ ടെലിഫോൺ കോൺവെർസേഷൻ എന്നുള്ള ഒരു സറ്ററിക്കൽ പോമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ടെലിഫോൺ കോൺവെർസേഷൻ എന്ന് പറയുന്നത് റേസിസം, പ്രെജുഡിസ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇത് ഡീൽ ചെയ്യുന്നത്. പോയം ഒരു ടെലിഫോൺ കോൺവെർസേഷനിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. നമ്മുടെ ടൈറ്റിൽ അതുപോലെ തന്നെയാണ്. പോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാനും ഒരു വൈറ്റ് ലാൻഡ് ലേഡിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് മാൻ ആണ് ഈ ഒരു പോയത്തിന്റെ സ്പീക്കർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നറേറ്റർ എന്ന് പറയുന്നത്. ഈ വൈറ്റ് ലാൻഡ് ലേഡി ഇൻ ബ്രിട്ടൻ, അതാണ് അപ്പുറത്ത്, അതായത് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് മാൻ ഫോണിൽ കൂടെ. അതായത് അയാൾക്കൊരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ താമസിക്കാൻ ഒരു സ്ഥലം വേണം. ഇയാൾ ബ്ലാക്ക് ആണെന്ന് അറിയുമ്പോൾ ഈ വൈറ്റ് ലേഡിയുടെ ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ ആ വൈറ്റ് ലേഡിയുടെ ആ ഒരു പെരുമാറ്റത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു റേഷ്യൽ പോമാണ്, അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെയുള്ളൊരു പോമാണ്. സ്റ്റാൻസ വൈസ് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഈ പോം എഴുതിയിരിക്കുന്നത് ഫ്രീ വേഴ്സിലാണ്. ഫ്രീ വേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈമും റിതമും മീറ്ററും ഒന്നുമില്ല. ഫോർമൽ സ്റ്റാൻസേഴ്സ് ആയിട്ട് ഡിവൈഡ് ഒന്നും ചെയ്തിട്ടില്ല. കുറെ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് ബ്രോക്കൺ ചെയ്ത് ഇങ്ങനെ എഴുതിയേക്കുവാണ്. അപ്പൊ ഫസ്റ്റ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്, ഫസ്റ്റ് ആദ്യത്തെ 4 വരിക്കകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ സ്പീക്കർ ഒരു ബ്ലാക്ക് ആഫ്രിക്കൻ മാൻ ആണ്. അയാൾ ഒരു വൈറ്റ് ലാൻഡ് ലേഡിയെ വിളിക്കുവാണ്. ഒരു വീട് റെന്റിന് വേണം അയാൾക്ക്. ആ വൈറ്റ് ലാൻഡ് ലേഡിയുടെ വീടാണ് ഇയാൾക്ക് വേണ്ടത്. പത്രപരസ്യം കണ്ട് വിളിക്കുവാണ്. റെന്റ് ഫെയർ ആണ്, കുഴപ്പമൊന്നുമില്ല, വാടക കുഴപ്പമൊന്നുമില്ല, ലൊക്കേഷനും അക്സെപ്റ്റബിൾ ആണ്. ആൻഡ് ഈ ലേഡി പറയുന്നുണ്ട്, എന്താണ്, ഞാൻ ഈ പ്രോപ്പർട്ടിയിലല്ല താമസിക്കുന്നത്, സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതായത് വലിയ സ്വാതന്ത്ര്യത്തോടുകൂടി താമസിക്കാം, ഞാൻ ശല്യത്തിനൊന്നും വരത്തില്ല. ആൻഡ് എവറിത്തിങ് സീംസ് ഫൈൻ എക്സെപ്റ്റ് എന്താണ്, ഈ സ്പീക്കർ ഇയാൾക്ക് തോന്നി ഇയാളുടെ റേസ് എന്ന് പറയുന്നത് വെളിപ്പെടുത്തണമെന്ന്. അപ്പം മാഡം ഇയാൾ പറയുന്നുണ്ട് ഐ ആം ആഫ്രിക്കൻ എന്ന് ഇയാൾ പറയുന്നുണ്ട്. അതായത് ഞാൻ ഇനി വെറുതെ അങ്ങോട്ട് ഒരു ജേർണി ആയിട്ട്, അതായത് ഞാൻ വെറുതെ ഒരു യാത്ര മുടക്കണ്ടല്ലോ, അല്ലെങ്കിൽ യാത്ര നശിപ്പിക്കണ്ടല്ലോ, എന്തായാലും ഞാൻ വരുന്നതിന് മുന്നേ ഞാനങ്ങ് പറഞ്ഞേക്കുക ഉള്ള സത്യം, ഞാനൊരു ആഫ്രിക്കൻ ആണെന്ന് പറയുന്നു. അതായത് നേരിട്ട് കാണുമ്പോൾ റിജക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഫോണിൽ കൂടെ അങ്ങ് സംസാരിക്കുന്നതാണല്ലോ. അപ്പോൾ അയാൾ വോൺ ചെയ്യുവാണ് ഞാൻ ആഫ്രിക്കൻ ആണെന്ന്. ആ ഒരു ഡയറക്റ്റ് ആയിട്ടും വളരെ പവർഫുൾ ആയിട്ടും പറഞ്ഞു പോയേക്കുവാണ്. അപ്പൊ ലാൻഡ് ലേഡി ഭയങ്കര സൈലന്റ് ആവുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഭയങ്കര സൈലൻസ്, ഒരു ലോങ് സൈലൻസ്, അതായത് ആ ഷോക്കിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അവര് റെസ്പോണ്ട് ചെയ്താൽ വോയിസ് ഭയങ്കര എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ്
ഇച്ചിരി കളിയാക്കിയുള്ള രീതിയിലും ഒരു ഇച്ചിരി ജാടയിട്ടുള്ളൊരു വർത്തമാനമൊക്കെ ആയി അവസാനം ആരുടെ, നമ്മുടെ ലാൻഡ് ലേഡിയുടെ. അതായത് ലിപ്സ്റ്റിക് കോട്ടഡ്, ലോങ് ഗോൾഡ് റോൾഡ്, സിഗരറ്റ് ഹോൾഡർ പിപ്ഡ് എന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് കോട്ടഡ് ഗോൾഡ് റോൾ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്താണ്, ഭയങ്കര അപ്പം ആഫ്രിക്കൻ ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര ജാടയിട്ട് സംസാരിക്കാൻ തുടങ്ങി, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ ഉടനെ ഇവർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയാമോ, ഹൗ ഡാർക്ക് എന്നാണ് ചോദിക്കുന്നത്. ലൈറ്റ് ആണോ അതോ വെരി ഡാർക്ക് ആണോ എന്ന് ചോദിക്കുവാണ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയേണ്ട, ഇയാളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും അറിയേണ്ട, സ്കിൻ കളറാണ് ഇവർക്ക് അറിയേണ്ടത്. എന്തോ ചോദിക്കുന്നത്, ഹൗ ഡാർക്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പോയത്തിനകത്ത് ഈ ഹൗ ഡാർക്ക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക്, ആ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ആ ഒരു ലൈൻ വളരെ ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആ സ്ത്രീയുടെ ആ റേസിസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ കോൺവെർസേഷൻ പെട്ടെന്നാണ് ഒഫെൻസീവായിട്ട് മാറുന്നത്. അപ്പം ഇയാൾ പറയുവാണ്. അപ്പോൾ ഉടനെ ചോദിക്കുമ്പോൾ ഇയാൾ മറുപടി എന്തോ പറയുന്നത്, ഫേസ് വെച്ചിട്ട് ഞാൻ ബ്രൂണറ്റ് ആണ്, ബട്ട് മാഡം എൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങളൊന്ന് കാണണം. എൻ്റെ കൈയുടെ അതായത് എൻ്റെ ഉള്ളം കൈയും പാം ഓഫ് മൈ ഹാൻഡും എൻ്റെ ഫീറ്റിൻ്റെ സോൾസും അതായത് എൻ്റെ കാൽപാദങ്ങളും അതെല്ലാം എന്താണ്, പെറോക്സൈഡ് ബ്ലോണ്ട് ആണ് എന്ന് വെച്ചാൽ അത്രയും വെളുപ്പാണെന്നാണ് പറയുന്നത്. ഇയാളിപ്പോൾ കളിയാക്കിക്കൊണ്ട് ഇയാളും തിരിച്ച് പറയുവാണ് സർക്കാസത്തോടു കൂടി. എൻ്റെ സ്കിൻ കളറിനെ ഇയാൾ എക്സാജറേറ്റ് ചെയ്ത് പറയുവാണ്. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അതിന്റെ ഇതിൽ കളിയാക്കിക്കൊണ്ട് പറയുവാണ്, എൻ്റെ ദേഹം ഒന്ന് നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണണം. ഞാൻ ബ്രൂണറ്റ് ആണ്, കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ബ്രൂണറ്റ് പോലെയാണ്, പക്ഷെ എൻ്റെ റെസ്റ്റ് ഓഫ് മൈ ബോഡി എന്ന് പറയുന്നത് വൈറ്റ് ആണ്, പെറോക്സൈഡ് ബ്ലോണ്ട് എന്നാണ് പറയുന്നത്. അതായത് സ്കിൻ ടോണിനെ കളിയാക്കിക്കൊണ്ട് പറയുവാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്കില്ല, നമ്മൾ പറയത്തില്ല ഒരു മാതിരി വൈറ്റ് വാഷ് അടിച്ച പോലെ ഇരിക്കുവായിരുന്നു, അങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുവാണ്. ഇനി അടുത്തതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കിൻ കളർ മറ്റേ സ്ത്രീ ചോദിച്ചില്ല, അപ്പൊ അതിനെ കളിയാക്കിക്കൊണ്ട് ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. എൻ്റെ ബോട്ടം എന്ന് പറയുന്നത് എന്താണ്, റേവൺ ബ്ലാക്ക് ആണെന്നാ പറയുന്നത്. അതായത് എൻ്റെ ബാക്ക് എന്ന് പറയുന്നത് പക്ഷെ നല്ല കറുപ്പാണെന്ന് ഇയാൾ കളിയാക്കിക്കൊണ്ട് പറയുവാണ്. അപ്പൊ ലാൻഡ് ലേഡി വീണ്ടും സൈലന്റ് ആണ്. ഇയാളുടെ ഈ സംസാരം കേട്ടപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്ക്ഡ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ഇയാൾ കളിയാക്കിക്കൊണ്ടല്ലേ പറയുന്നത്. അപ്പം പിന്നെ അവസാനം എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈനലി എന്താണ് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പ്രജുഡിസിൽ ഇങ്ങനെ അങ്ങ് ഷോക്കായിട്ട് നിന്ന് പോവുകയാണ്. ആ ഒരു ഷെയിമിൽ ആര് നിൽക്കുവാണ്, നമ്മുടെ ലാൻഡ് ലേഡി ഭയങ്കര ഷോക്ക്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കാരണം ഇയാളുടെ ഇത്രയും ഡയറക്റ്റ് ആയിട്ട് ഇയാൾ സംസാരിക്കുന്നു ഇവർ വിചാരിച്ചില്ല. അപ്പൊ എന്ത് പറയണം എന്നറിയാതെ നമ്മുടെ ലാൻഡ് ലേഡി ഷോക്കായിട്ട് നിൽക്കുന്നു. അങ്ങനെയാണ് ഈ പോം തീരുന്നത്. അപ്പൊ ഇത് ഒരു എന്താ പറയുന്ന, ഒരു ഐറോണിക്കലി, സർക്കാസ്റ്റിക്കലി, സറ്റേറിക്കലി എഴുതിയിരിക്കുന്ന പോമാണ്. റേഷ്യൽ ഹിപ്പോക്രസിയെ കുറിച്ചാണ് ഈ പോം സംസാരിക്കുന്നത്. ഇയാൾ വളരെ കാമായിട്ട് ക്ലവറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ആരുടെ, ലാൻഡ് ലേഡിയുടെ റേസിസത്തിനെതിരെ. ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്, ഒരു റൈമും ഇല്ല, കോൺവെർസേഷണൽ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ടെലിഫോൺ എന്ന് പറയുന്ന സിമ്പിളാണ്, സിമ്പിൾ ഓഫ് എന്താണ്, മോഡേൺ കമ്മ്യൂണിക്കേഷൻ. ആൻഡ് ഓൾസോ ഈ ടെലിഫോൺ എന്ന് പറയുന്നത് ഈ ഒരു സിമ്പിളിലൂടെയാണ് പ്രജുഡിസ് വെളിവാകുന്നത്, ഈ സ്ത്രീയുടെ അതായത് ഒരു മുൻധാരണ വെളിവാകുന്നത്. സ്കിൻ കളർ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത് സിമ്പിളായിട്ട്, അതായത് കളിയാക്കിക്കൊണ്ട് പറയുവാണ്. പിന്നെ സൈലൻസ് എന്ന് വെച്ചാൽ ആ സ്ത്രീയുടെ നാരോ മൈൻഡഡ്നെസ്സിനെ അല്ലെങ്കിൽ ആ ഷോക്കിനെ അല്ലെങ്കിൽ ഡിസ്കംഫേർട്ടിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ തീം എന്തൊക്കെയാ വരുന്നത് ഇതിനകത്ത്, റേസിസം, പ്രജുഡിസ് വരുന്നുണ്ട്. അതായത് മറ്റുള്ള ആളുകളുടെ സ്കിൻ കളർ വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യുവാണ് അല്ലേ. പിന്നെ ഐഡന്റിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇയാൾ വളരെ സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് ഇവരെ കളിയാക്കിക്കൊണ്ട് അയാൾ സംസാരിച്ചത്. പിന്നെ എന്താണ് പറയുന്നത്, ആ ഒരു കൊളോണിയലിസത്തിന്റെ ഹാങ് ഓവർ ഈ സ്ത്രീക്കുണ്ട്. അതുകൊണ്ടാണ് ആഫ്രിക്കൻ എന്ന് കേട്ടപ്പോൾ ഇവർക്ക് എന്ത് പറ്റിയത്, ഇവര് ഹൗ ഡാർക്ക്, അതായത് ലൈറ്റ് ഡാർക്ക് ആണോ അത്രയും ഭയങ്കര ഡാർക്ക് ആണോ എന്ന് ചോദിച്ചത്. അപ്പൊ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം ഇതിനകത്ത്, നമ്മുടെ എന്താണ് സ്പീക്കർ അപ്പാർട്ട്മെന്റിന്റെ കാര്യം എങ്ങനെ സംസാരിക്കുന്നു, ഈ ആഫ്രിക്കൻ ആണെന്ന് പറയുമ്പോൾ ഈ സ്ത്രീയുടെ റെസ്പോൺസ് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ എന്താണ് ലാൻഡ് ലേഡിയുടെ തിരിച്ചുള്ള ചോദ്യം എന്താണ്, ഹൗ ഡാർക്ക്, ആർ യു ലൈറ്റ് ഓർ വെരി ഡാർക്ക്, അതാണ് ഇവരുടെ ചോദ്യം. പിന്നെ അടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ പോയത്തിനകത്ത് നമ്മുടെ പോയറ്റ് റെഡ് കളർ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അതായത് ഈ മനുഷ്യൻ വിളിക്കുന്നത് ഒരു റെഡ് കളർ ടെലിഫോൺ ബൂത്തിനകത്തു നിന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. റെഡ് പില്ലർ ബോക്സ് ആണെന്നും റെഡ് ബൂത്ത് ആണെന്നും റെഡ് ഡബിൾ ടയേർഡ് ഒമ്നി ബസ് ഇതിന്റെ അടുത്തൂടെ പോകുന്നു എന്നതൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡിന്റെ ഒരു സിമ്പിളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇയാള്. പിന്നെ ഹ്യൂമർ ഇൻ ദ പോം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നതൊക്കെ. അതായത് ഈ സ്കിൻ ടോൺ പറയാൻ വരുമ്പോൾ ഇയാൾ ചോദിക്കുന്നുണ്ടല്ലോ ഹൗ ഡാർക്ക് എന്ന് ചോദിക്കുന്നു. അപ്പം മറ്റേ ഇവർ ചോദിക്കുന്ന റെഗുലർ ചോക്ലേറ്റ് ആണോ മിൽക്ക് ചോക്ലേറ്റ് കളറാണോ എന്ന് ഇവർ ചോദിക്കുന്നുണ്ട് തിരിച്ച്. പിന്നെ ഇയാൾ പറയുന്ന വെസ്റ്റ് ആഫ്രിക്കൻ പിന്നെ ഫേസ് അല്ലെങ്കിൽ കളറാണ് എനിക്ക് പാസ്പോർട്ടിൽ എൻ്റെ. പിന്നെ
അതുപോലെ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഫേസ് ബ്രൂണറ്റ് പോലെയാണ്, എൻ്റെ പാംസും എൻ്റെ ഫുഡ് സോൾസും എല്ലാം പെറോക്സൈഡ് ബ്ലോണ്ട് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ബാക്ക് എന്താണ്, റേവൻ ബ്ലാക്ക് ആണ്. കാരണം ഞാൻ എപ്പോഴും ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഇരുന്നിരുന്ന് ഫ്രിക്ഷൻ വന്ന് എൻ്റെ ബാക്ക് അല്ലെങ്കിൽ എൻ്റെ ബോട്ടം റേവൻ ബ്ലാക്ക് ആണെന്ന് പറയുന്നുണ്ട്. അത് ഒരുമാതിരി എന്താ പറയുക, ഇവരെ ഒന്ന് സ്ലാപ്പ് ചെയ്ത പോലുള്ളൊരു മറുപടിയായിരുന്നു ഇത്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ഇതിനകത്ത് ഏതാണ് തീമായിട്ട് വരുന്നത്? റേഷ്യൽ പ്രെജുഡിസ് അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. ആ ചോക്ലേറ്റിന്റെ കാര്യവും പിന്നെ അയാൾ ആ ബ്രൂണറ്റ് ആണെന്നും ഹൗ ഡാർക്ക് എന്നുള്ള ചോദ്യവും അയാളുടെ ബാക്ക് റേവൻ ബ്ലാക്ക് ആണെന്നുള്ളതും ഒക്കെ എഴുതാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇയാളുടെ കോംപ്ലക്ഷനെ കുറിച്ച് ഇയാൾ പറയുന്നത് ഇയാളുടെ പാസ്പോർട്ടിൽ ഇയാൾ വെസ്റ്റ് സെപ്പിയ കളർ ആണെന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, മറ്റേ ആഫ്രിക്കൻസ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലാണ് ഇയാൾ ഇരിക്കുന്നതെന്നാണ് ഇയാൾ പറയുന്നത് കേട്ടോ.